നോക്കിയാലോ? ഓ ഓ ഓ ഉറക്കം വരുന്നില്ലല്ലോ. കണ്ണ് മുറുക്കി അടയ്ക്കാം, അപ്പൊ ചിലപ്പോ ഉറക്കം വന്നാലാ. രാത്രി എല്ലാം അറിയാവുന്ന നിനക്ക് സ്റ്റോറി ബുക്കുമായിട്ടിരിക്കുക. എന്തുവാ ഗൗരി രാത്രി കിടന്ന് ബഹളം വെക്കുന്നത്? ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ എന്നെ ഇങ്ങനെ ഉണർത്താതെ ഗൗരി. നീ പാറസിനെ എടുത്ത് നിന്റെ ബെഡിൽ കൊണ്ട് കിടത്തി. ഇവിടെ ഇരുന്നോണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാവിലെയാണ് സ്കൂളിൽ പോകേണ്ട ദിവസം. എനിക്ക് ഉറങ്ങണം. പാറസ് പോ, അവിടെ പോ. അയ്യോ, നീ എന്താ ചെയ്തത് ഗൗരി? ശിവ, ഞാനൊന്നും അല്ല, അവള് തനിയെ വന്ന് വീണതാ. സത്യമായിട്ടും എങ്ങനെങ്കിലും ഞാനൊന്ന് ഉറക്കിയതായിരുന്നു. ഗൗരി, ശിവ, എന്താ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന രണ്ടും കൂടി? കിടന്ന് ഉറങ്ങിയ നാളെ സ്കൂളിൽ പോകേണ്ട ദിവസമാ. ഓ ഓ ഓ, എങ്ങനെങ്കിലും പാടുപെട്ട് ഞാനൊന്ന് ഉറക്കിയതായിരുന്നു. ഓ ഓ ഓ ഓ ഓ, ആ കരയണ്ട കരയണ്ട കരയണ്ട. ഓ ഓ ഓ ഓ, എപ്പോഴാ ഇവനൊന്ന് ഉറങ്ങുക? ഓ ഓ ഓ ഓ, കരയില്ലേ 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 കരയില്ലേ. മമ്മ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, വായിൽ വെച്ചോ. ഉറങ്ങി ഉറങ്ങി. ഇന്ന് വേഗം ഉറങ്ങട കൂട്ടാ. നീ ഉറങ്ങിയിട്ട് എനിക്ക് വേറെ അടുക്കളയിൽ പണിയുണ്ട്. ചേച്ചി ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് അറിയാലോ. ചേട്ടായി നല്ല കുട്ടിയാ, അതുകൊണ്ട് മോളെ ഒന്നും വഴക്ക് പറയത്തില്ല. വാ, ചേട്ടായിയുടെ അടുത്ത് കിടക്കാൻ. വാ. മോക്ക് എന്തുവാ സ്റ്റോറി കേൾക്കണോ? ചേട്ടായി പറഞ്ഞു തരാലോ സ്റ്റോറി. നോക്കട്ടെ ബുക്ക്. ഏത് സ്റ്റോറിയാ അപ്പൊ ഇനി മോക്ക് വേണ്ടത്? ചേട്ടായി നോക്കട്ടെ, നല്ല സ്റ്റോറി പറഞ്ഞു തരാം കേട്ടാ. ഈ സ്റ്റോറി പറഞ്ഞു തരാം മോക്ക്. ഓക്കെ, സ്റ്റോറിയും കേട്ട് വേഗം ഉറങ്ങണം കേട്ടാ. വൺസ് അപ്പൺ എ ടൈം there lived a lion in the forest. ഒരു കാട്ടില് ഒരിക്കൽ ഒരു വലിയ സിംഹം ജീവിച്ചിരുന്നു. One day after a heavy meal it was sleeping under a tree. ആ സിംഹം ഒരു ദിവസം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ ഒരു മരത്തിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. After a while, ആ സമയം there come a mouse and it started to play on the lion. ആ സമയത്ത് ഒരു മൗസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? എന്തുവായിരുന്നു? എലി. ഒരു എലി ഈ മൗസ് നമ്മുടെ സിംഹത്തിന്റെ മുകളിൽ വന്ന് കളിക്കാൻ തുടങ്ങി. Suddenly, പെട്ടെന്ന് the lion got up with anger and looked for those who disturbed its nice sleep. അവന്റെ ഉറക്കം ഇത്രയും ഡിസ്റ്റർബ് ചെയ്തത് ആരാന്ന് അവൻ നോക്കി. Then it saw a small mouse standing trembling with fear. ഭയങ്കര പേടിയോടുകൂടി ഈ മൗസ് ഈ ലയണിനെ നോക്കി നിൽക്കുന്നത് ലയൺ കണ്ട്, സിംഹം കണ്ട്. The lion jumped on it and started to kill it. അങ്ങനെ ആ മൗസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചാടി വന്നു ഈ സിംഹം. The mouse requested the lion to forgive it. അപ്പം മൗസ് പാവം പറഞ്ഞു, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു. The lion felt pity and left it. The mouse ran away. അങ്ങനെ ആ ലയൺ അവനോട് ക്ഷമിച്ച്. അപ്പോഴത്തേക്ക് ആ എലി ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത്.
എന്താ എന്തു പറ്റി? എനിക്കറിയില്ല, പെട്ടെന്ന് കേറി ഉളക്കി. ശ്രദ്ധിച്ച്. എനിക്ക് നല്ല വേദനിക്കുന്നു. ഇങ്ങോട്ടിരിക്കും. എനിക്ക് ഇരിക്കാൻ വയ്യ. എന്നാ അങ്ങോട്ട് കിടക്ക്. ആ തലങ്ങണ മാറ്റിയിട്ട് കിടക്ക്. നടു ഉളുക്കിയെങ്കിലേ വേഗം ഒന്ന് മാറും. നിവർന്ന് കിടക്ക്. എനിക്ക് നല്ല വേദനിക്കുന്നു. നീണ്ട് നിവർന്ന് കിടക്ക്. കിടന്നോ? പിള്ളേർക്ക് സ്കൂളിൽ പഠിത്തമുണ്ട്. ഞാൻ കിച്ചണിലോട്ട് കേറിയില്ല. അത് ഞാൻ മാനേജ് ചെയ്യാൻ തൽക്കാലം. നീ അവിടെ കിടക്ക്. ശിവ, ഗൗരി, ആഹാ നല്ല ഉറക്കമാണല്ലോ. പഠിത്തം ഇല്ലാത്ത ദിവസമാണെങ്കിൽ രണ്ടുപേരും നേരത്തെ എണീക്കും. ശിവ, മോനെ ശിവ എണീക്ക്, സ്കൂളിൽ പോണം. ദേ അമ്മയ്ക്ക് വയ്യ, അച്ഛനെ ഇന്നെല്ലാം ചെയ്യാൻ പോണേ. അമ്മയുടെ നടു ഒന്ന് ഉളുക്കി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കഴുകാനുള്ള തുണിയൊക്കെ ലൗണ്ടറി ബോക്സിൽ കിടപ്പില്ലേ, അതെല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്. അച്ഛൻ രാവിലെ നിങ്ങൾക്ക് നോക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ചെല്ല്. ഗൗരിയും കൂടെ വിളിക്കാം. പാറമോള് നല്ല ഉറക്ക, പൊതച്ചു കൊടുക്കാം. ഗൗരി എണീക്ക്, മമ്മയ്ക്ക് വയ്യ. മമ്മയ്ക്ക് നടു ഉളുക്കി. നമ്മൾ വേണം ഇന്ന് എല്ലാ പണിയും ചെയ്യാൻ. അറിയില്ല, ഞാനാ ഫസ്റ്റ് മമ്മയടുത്ത് പോയി മമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പോകുന്നത്. എന്താ മോനെ? മമ്മയ്ക്ക് എന്താ പറ്റി? മമ്മയ്ക്ക് എന്താന്ന് അറിയില്ല മക്കളെ. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോ ഒന്ന് ഉളുക്കി. എണീക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ലൗണ്ടറി ബോക്സിൽ കിടക്കുന്ന നിങ്ങളുടെ തുണികളൊക്കെ എടുത്തേ ആ വാഷിംഗ് മെഷീനിലിട്ടിട്. പപ്പ അത് അലക്കാനിടും. ചെല്ലേ. ഞങ്ങള് പോയി സ്കൂളിൽ പോണ്ടേ, കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വരാം. കിടന്ന് തല്ലു പിടിക്കല്ലേ. അയ്യോ, മോൻ എണീറ്റ് ഒന്നും നടക്കില്ല. മമ്മ യു ഡോണ്ട് വറി, ഞാൻ ആക്കി കൊടുക്കാം. ബേബി ബേബി ജോണി ജോണി എസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ. ആദാ കിട്ടി ലൗണ്ടറി ബോക്സ്. ടിൻ 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 ടിൻ. ഞാൻ തുണിയൊക്കെ അലക്കാനിടാൻ പോവാ. അത് ഇവിടെയാണ് അലക്കാനിടുന്നത്. വാഷിംഗ് മെഷീനിൽ കൊണ്ടിടിച്ചുവാ. അത് ഞാൻ ഇട്ടോളാം. കാര്യം നീ ആ തുണി ഓരോന്നെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടേ അങ്ങോട്ട്. എന്റെ തുണി ഇടട്ടെ ആദ്യം. അപ്പൊ എന്റെ അമ്മയുടെ ഡ്രസ്സ് ഇടാം. ബേബിയുടെ ഡ്രസ്സ് ഇതിലാണോ അതോ അമ്മ വേറെ ഇട്ടാണോ ഒഴുകുന്നത്? നീയിപ്പോ ഇതിൽ തന്നെ കിടക്കട്ടെ. ഞാനിടാൻ ഗൗരി, എനിക്കറിയാം. നീ എന്തിനാ ബ്രഷ് ഒക്കെ എടുത്തോണ്ട് വന്നത്? അയ്യേ, ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ് എടുത്തോണ്ട് വന്നേക്കുന്നെ. അയ്യേ, ഇത് ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ് ആണ്. പിന്നെ അല്ലാതെ നീ എന്താ വിചാരിച്ചേ? മര്യാദയ്ക്ക് കൊണ്ടത് ടോയ്ലറ്റിൽ വെക്ക്. മമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് എന്നെ നല്ല തല്ല് കിട്ടും. അയ്യേ, എനിക്ക് വയ്യ ഇത് പിടിക്കാൻ. പിന്നെ ഇത്ര നേരം പിടിച്ചോണ്ട് നിന്നേ, കെട്ടിപ്പിടിച്ചോണ്ട്. അതിന്റെ സൈഡിൽ പിടിച്ചു കൊണ്ടുപോയി, അല്ലെ മമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല തല്ല് കിട്ടും. എന്തായാലും വന്നല്ലേ, എന്തായാലും ഒന്നും മുഴ.
Twinkle, twinkle, little star, how I wonder what you are. Up again in the sky, Lotte Lemon. ഗൗരി, നീ ഇതുവരെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടോ, ഞാനേ പോയി കുളിക്കട്ടെ ഫസ്റ്റ്. ഞാനാ ഫസ്റ്റ് കുളിക്കുന്നത്. ഇതിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? ബേബിക്ക് പാല് കാച്ചി വെക്കാം. അത് തന്നെ. ഫ്രിഡ്ജ് എന്നോടാ കളി. ഇതൊക്കെ എന്ത് നിസാരം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലല്ലേ. പാല് വാട കൂട്ടാം. ഓക്കെ, ബേബിക്ക് ആദ്യം പാല് കാച്ചി വെച്ചിട്ട് ബാക്കി പണി. ഓക്കെ, ഓക്കെ, ബാക്കി പാല് ഫ്രിഡ്ജിൽ വെക്കാം. ഇരുന്നിടത്ത് വെക്കാം. ഓ അല്ല, ഇവർക്ക് സ്കൂളിൽ എന്താ കൊടുത്തു വിടുക? മീനാക്ഷി എന്താ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ്? സ്കൂളിൽ എന്താ കൊടുത്തു വിടാൻ? ഇതുവരെ ഒന്നും ചെയ്തില്ലേ? ഞാൻ പാലടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓയ്യോ, ആ പാൽ ഇപ്പൊ തൂവി കാണും. ഓടിച്ചല്ലേ. നിക്ക്, ഞാൻ ഇപ്പൊ ചെല്ലാം. ഓ, ഇന്നെല്ലാം കുളവാക്കിയത് തന്നെ. ഏട്ടോ എന്തുവാ? ഫ്രിഡ്ജിൽ കുറച്ച് പാസ്ത ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കൊടുക്ക് പിള്ളേർക്ക്. ഓവനിൽ വെച്ചാ മതി. പാസ്തയൊക്കെ ഇനി ഇവള് എവിടെ കൊണ്ടുവച്ചേക്കുക? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ. പഴമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു. ബട്ടർ ഇതൊന്നും അതായിരിക്കും. രണ്ടുപേർക്കും ഉണ്ടല്ലേ. പകുതി ഇവിടെ വെച്ച് കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി സ്കൂളിലും കൊടുത്തു വിടാം. ആഹാ, സാധനം റെഡി. എന്റെ കൈ പൊള്ളി. എന്താ അവിടെ ഒരു ബഹളം? എന്താ അവിടെ? കൈ പൊള്ളിന്ന് പറയണ്ട. അല്ല, എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കില്ലേ? ഒന്നുമില്ല. കൈ പൊള്ളിച്ചെന്നാ തോന്നുന്നേ. ആ ഓവന്റെ അടുത്ത് ചെറിയ തുണി ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് ഫുഡ് ഓവനിൽ ഇറക്കേ. ഇവക്ക് എങ്ങനെ മനസ്സിലായി എന്റെ കൈ പൊള്ളിന്ന്? ഈ ഗൗരി ബാക്കി തുണിയെടുത്ത് ഇടാതെ അങ്ങ് പോയി. എല്ലാ പണിയും കൂടെ എന്നെ ഏൽപ്പിച്ച്. സ്കൂളിൽ നിന്ന് താമസിച്ചത് തന്നെ. ബസ്സും വരാൻ സമയമായി. ഇനി സോപ്പ് പൊടി ഇട്ട് കൊടുത്തില്ലല്ലേ. എവിടെ പോയി? ഓക്കെ, ഇത് എത്രയിലാ വെക്കേണ്ടത്? എന്താ മോനെ? ഞാൻ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ ഇട്ടു. ഇനി ഇത് ഓൺ ചെയ്യ്, ഞങ്ങൾ പോയി കുളിച്ചൊരുങ്ങട്ടെ. ഫുഡ് റെഡിയാണോ? ഫുഡൊക്കെ എപ്പോഴാ റെഡി? ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ ഏറ്റു. ഇത് ഇങ്ങനെ കറക്കി എങ്ങാണ്ട് വെക്കണം. നിക്ക്, സോപ്പ് പൊടി ഇട്ടോ? സോപ്പ് പൊടിയൊക്കെ ഇട്ട് അച്ഛൻ ഇതൊന്ന് കറക്കി വേ. ഇത് എത്രയാ വെക്കേണ്ടത്? അവളോട് ചോദിച്ചാലോ? അല്ലേ വേണ്ട, എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കില്ലേ. ഓക്കെ, മോൻ പോയി കുളിച്ചോ. പപ്പ ഫുഡൊക്കെ എടുത്ത് വെക്കാം. ഇത് കറക്റ്റ് തന്നെ അല്ലേ? ഇതെന്താ കറങ്ങാത്തെ? ഇച്ചിരി കൂടെ കൂട്ടി വെച്ച് നോക്കാം. ഓക്കെ, പെട്ടെന്ന് അങ്ങ് കഴുകിക്കോളും. ഇനി പോയി ഫുഡ് എടുത്ത് വെക്കാം. എന്റെ ഡ്രസ് അങ്ങ് തേക്കട്ടെ. ഇതെന്താ വർക്ക് ചെയ്യാത്തത്? ഉടുപ്പ് തേച്ച് ഇനി സ്കേർട്ട് തേക്കണമല്ലോ. സ്കേർട്ട് എവിടെ? കൈ പൊള്ളി. കൊച്ചുള്ളാർ അയൺ ബോക്സ് എടുത്ത് തേക്കരുതെന്ന് അമ്മ എപ്പോഴും പറയും. എന്റെ കൈ നല്ല പൊള്ളി. അയൺ ബോക്സ് എടുത്ത് മാറ്റട്ടെ.
എന്തു പറ്റി? ഓഫാക്കു. ഇത് എന്തു പറ്റി? അതിന് ഞാനെന്തോ ചെയ്ത്? അയ്യോ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവാ. ഡാ മോനെ പറയല്ലേടാ കൂട്ടാ, പറയല്ലേടാ. പപ്പ മുട്ടായി മേടിച്ചു തരാടാ മോനെ. നിക്കടാ. ഒരുപാട് സമയമായി. അയ്യേ നീ ഡ്രസ് അയൺ ചെയ്തില്ലേ ഗൗരി? അയൺ ചെയ്തില്ല. അയണേ ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ കൈ പൊള്ളി. പിന്നെ ഞാൻ അത് എടുത്തിട്ടിട്ട് ഓടി. എന്നിട്ട് നീ അയൺ ബോക്സിന്റെ സ്വിച്ച് ഓഫ് ആക്കിയോ? ആ ഓഫ് ആക്കി. നീ പോയി വേഗം കുളിച്ചിറങ്ങി. ഇപ്പൊ ബസ് വരും. മക്കളെ ദേ നിങ്ങൾക്കുള്ള രണ്ടുപേരുടെ ലഞ്ച് റെഡി. അതൊക്കെ അവരുടെ അടവാടാ. ഇനി താനെ ഇപ്പൊ എല്ലാരും വാടാ. എടാ മുട്ടായി എടുത്ത് തിന്നാടാ വാടാ. ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു ഡോക്ടർ ഒരു സിസ്റ്റർ ഉണ്ട്. രണ്ടുപേരും എല്ലാ കുട്ടികളെ ഇഞ്ചക്ഷൻ വെക്കാൻ വരിക. സിസ്റ്റർ ഇനി നമുക്ക് ആ വീട്ടിലല്ലേ കയറേണ്ടത്? അതെ ബാ. ഹെൽത്തിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വരിക. ഞാൻ പോവാ. ശിവയുടെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കാം. ചേട്ടായിയുടെ കൈ പിടിച്ചോ. വാ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. സത്യമായിട്ട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു ഡോക്ടർ ഒരു സിസ്റ്റർ ഉണ്ട്. രണ്ടുപേരും എല്ലാ കുട്ടികളെ ഇഞ്ചക്ഷൻ വെക്കാൻ വരിക. അതുകൊണ്ടാ പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ട ഇഞ്ചക്ഷൻ. എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ. കുട്ട സത്യം പറയടാ, ശരിക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടറും സിസ്റ്ററും വരുന്നുണ്ടോ? എനിക്കും പേടിയാ ഇഞ്ചക്ഷൻ. അതുകൊണ്ടാടാ. ശിവ ഗൗരി ശിവ ബണ്ണിക്കുട്ടൻ ചേട്ടാ. എന്താ ബണ്ണിക്കുട്ട? നമ്മുടെ എല്ലാരെയും കാര്യം പോക്ക. നമ്മുടെ എല്ലാരെയും സൂചി വെക്കാൻ വേണ്ടി ഹെൽത്തിൽ നിന്ന് ആള് വരുന്നുണ്ട്. വാ നമുക്ക് എല്ലാവർക്കും ഒളിച്ചിരിക്കാം. വരുന്നു ഡോക്ടറും സിസ്റ്ററും. നമുക്ക് ഒളിക്കാം. ഞാൻ ഈ കട്ടിനടിയിൽ കയറാൻ പോകും. ഒളിച്ചിരിക്കുക. അയ്യോ ഞാനും ഉണ്ട്. എന്നെ ഇവിടെ കട്ടിനടിയിലോട്ട് കയറ്റണേ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. തൽക്കാലം ഇവിടെ ഇരിക്കുന്നതായിരിക്കും സേഫ്. ഇതാവുമ്പോ ഈ പിള്ളേരെല്ലാം കൂടി ഇത് എങ്ങോട്ടാ ഓടുന്ന് ഒളിക്കുന്ന് എന്തോന്നാ? ചുമ്മാതല്ല, ദേ ഹെൽത്തിൽ നിന്ന് ആള് വരുന്നുണ്ട്. അതാ എല്ലാരും കൂടെ ഓടി രക്ഷപ്പെടുന്നത്. ഓ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു. ചുമ്മാതല്ല എല്ലാരും കൂടെ ഓടി രക്ഷപ്പെട്ടത്. അശ്വതി എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഞാനും കൂടി ഇവിടെ ഒന്ന് നിന്നോട്ടെ.
അല്ല, ഈ പരിസരത്തെ കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും ദേ ഇവിടെ ഉണ്ടെന്ന്. ഡോക്ടർ, ആ എല്ലാ കുട്ടികളും ഈ വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. എല്ലാത്തിനെയും പൊക്കാം. ബാ അങ്ങോട്ട് ഇരിക്കേ. അമ്മ അകത്തുനിന്ന് ആ ചെയറിങ് എടുത്തേക്ക്. ഇങ്ങോട്ടിരിക്കും സിസ്റ്റർ. സിസ്റ്റർ, കുട്ടികൾക്ക് കൊണ്ടുവന്ന സീറ്റ്സ് എടുത്ത് വെച്ചേക്ക്. ഓക്കെ ഡോക്ടർ. എടാ, നമുക്ക് സീറ്റ്സ് കൊണ്ടുവന്നു. അതൊക്കെ അവരുടെ അടവാടാ. നമുക്ക് ഇവിടുന്ന് എണീക്കണ്ട. സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ടാ. സിസ്റ്റർ, ആദ്യം നമുക്ക് ആ കുട്ടികളുടെ പേര് ലിസ്റ്റ് നോക്കിയൊന്ന് റെഡിയാക്കണം. വാക്സിനൊക്കെ എടുത്ത് വെച്ചോ? ഓക്കെ ഡോക്ടർ. സൂചിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നു, ആ ഇഞ്ചക്ഷൻ നോക്കിക്കേ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. സീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാ. ആ ഇഞ്ചക്ഷൻ കണ്ട് എന്തൊരു വലിപ്പമാ. നമുക്ക് എല്ലാവർക്കും മിക്കവാറും കുത്തിയിട്ടു. അപ്പോ പേര് ശിവ, ഗൗരി, അച്ചു, അശ്വതി, ബണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ, പാറു, ആദിമോൻ. എല്ലാവരുടെ പേരും ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോരുത്തരെയായി ഇഞ്ചക്ഷൻ എടുക്കാം. ഡോക്ടർ, ഇഞ്ചക്ഷൻ എടുക്കാനുള്ള കുട്ടികളെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ എടുക്കുക? അതിന് ഐഡിയ ഉണ്ട്. ആ മുട്ടായി അങ്ങ് അതിലേക്ക് പൊട്ടിച്ചിട് സിസ്റ്റർ. ഇടാം. പോപ്പിൻസ് കാണിച്ച് നമ്മളെ ഇവിടുന്ന് അവിടെ പുറത്തിറക്കാനുള്ള ഐഡിയ. ആരും പുറത്തിറങ്ങല്ലേ, നമുക്ക് ഇഞ്ചക്ഷൻ ഉറപ്പാ. ഓ, എന്റെ വായിൽ കപ്പല് വരുന്നല്ലേ. നല്ല അടിപൊളി മുട്ടായി. ഇനി താനെ ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് എത്തിക്കോളും. മുട്ടായി മുട്ടായി. എന്റെ വായില് കപ്പല് വരുന്നടാ. എടാ ഉണ്ണിക്കുട്ട, ഓടി വാടാ. എടാ, മുട്ടായി എടുത്ത് തിന്നാടാ, വാടാ. ഓ, എന്റെയും വായില് വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് അല്ലേടാ. നല്ല രുചി. സൂപ്പർ മുട്ടായിടാ. എന്റെ അമ്മേ, ആ സൂചിയുടെ വലിപ്പം കണ്ടിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു. ആ സൂചിയുടെ വലിപ്പം കണ്ട കുട്ടികളെ നിങ്ങളെ. ഉയ്യോ, ഇതെന്താ ആനയ്ക്ക് കുത്താനാണോ നമ്മക്ക് കുത്താനാ? കണ്ടിട്ട് പേടിയാവുന്നു. നിന്റെ സ്കൂളിൽ എന്തൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ഈ ഷോപ്പിൽ കൊണ്ടുവന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കണം കേട്ടോ. ഡോണ്ട് ടേക്ക് എനിത്തിങ് യു ഡോണ്ട് നീഡ്. ഓക്കെ? അൺനെസസറി ആയിട്ട് ഞാൻ ഒന്നും തന്നെ എടുക്കില്ല. എനിക്ക് ക്രാഫ്റ്റിന്റെ കുറച്ച് മെറ്റീരിയൽസ് വേണം മോം. എനിക്കാണെങ്കിൽ ഒരു സ്കെച്ച് വേണം. കമോൺ ശിവ, നമുക്ക് ആദ്യം പോയി കാർട്ട് എടുക്കാം. അച്ഛൻ, നമുക്ക് ചെറിയ കാർട്ട് വേണോ അതോ ബിഗ് സൈസ് കാർട്ട് എടുക്കണോ? എനിക്ക് ബിഗ് സൈസ് വേണം. ശിവ, ഡു യു നോ വൺ തിങ്? നമ്മുടെ സ്ഥലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പാണിത്. ബാബാ, നമുക്ക് പർച്ചേസ് തുടങ്ങാം. കമോൺ. എന്താ മാഡം വേണ്ടത്? ഇത് കുട്ടികൾക്ക്. മോളെ അച്ചൂസേ, എന്താ വേണ്ടത്? പറഞ്ഞു കൊടുക്ക്. ആന്റി, ഐ വാണ്ട് സം ഗ്ലിറ്റർ ഫോം ഷീറ്റ്, സ്കെച്ച്, നോർമൽ ഷീറ്റ്, ചാർട്ട് പേപ്പർ. എനിക്കും വേണം ആന്റി ചാർട്ട് പേപ്പർ. ഓക്കെ കിഡ്സ്, അവിടെ കാർട്ട് ഇരിപ്പുണ്ട്. ആ കാർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് കൊണ്ടുവന്നാൽ മതി. ലാസ്റ്റ് ഞാൻ ബില്ലടിച്ചു തരാം. ഇവിടെ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പാണ് ഞങ്ങളുടേത്. എന്നാൽ ശരി, പർച്ചേസ് തുടങ്ങിക്കോ. എന്തെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ എടുത്തു തരാം. ശിവ, പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് കുറച്ച് ഗ്ലിറ്റർ ഷീറ്റ് വേണം. എവിടെയാണെന്ന് ചെക്ക് ചെയ്ത് പറയാമോ? ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഗ്ലിറ്റർ ഷീറ്റ് ഞാൻ വന്നപ്പോഴേ കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ഗ്ലിറ്റർ ഷീറ്റ്. നിനക്ക് ഏത് കളർ ഗ്ലിറ്റർ ഷീറ്റാ വേണ്ടത് അച്ഛസേ? എനിക്ക് ബ്ലൂ വേണം, പിങ്ക് വേണം, യെല്ലോ വേണം. 3 കളർ ഗ്ലിറ്റർ ഷീറ്റ് വേണം. അച്ഛസേ, ഡു യു നോ, നീ പറഞ്ഞ കളർ എല്ലാം ഇവിടെ ഉണ്ട്. യെല്ലോ, പിന്നെ ഏതാ പറഞ്ഞത്?
നോക്കട്ടെ. ആ ഇവിടെ ഉണ്ട് ഗ്രീൻ, പിന്നെ പറഞ്ഞത് ബ്ലൂ. ബ്ലൂ എന്നാ നിന്റെ ഗ്ലിറ്റർ ഷീറ്റ്. താങ്ക് യു ശിവ. ശിവ, ഐ വാണ്ട് യു ക്രയോൺസ്. ഹേയ് അച്ഛസേ, കഴിഞ്ഞ മാസമല്ലേ നിനക്ക് ഞാനൊരു ക്രയോൺ മേടിച്ചു തന്നത്? ക്രയോൺ മേടിക്കണ്ട. മമ്മ യു നോ അച്ചു, സോറി ഐ ഡോണ്ട് വാണ്ട് ക്രയോൺസ്. അച്ചു, നീ ആവശ്യമുള്ളത് മാത്രം മേടിക്കച്ചു, ആവശ്യമില്ലാത്തതൊന്നും മേടിച്ച് കാശ് കളയല്ലേ അച്ചൂസേ. ശിവ, എനിക്ക് കുറച്ച് പാറ്റേൺ പേപ്പർ വേണമായിരുന്നു. പാറ്റേൺ പേപ്പർ എന്ത് കളറാ വേണ്ടത്? അച്ചൂസേ, ഇതല്ലേ പാറ്റേൺ പേപ്പർ? യെസ് യെസ്, എനിക്ക് ഈ പാറ്റേൺ വേണം. ഒരു 5 പാറ്റേൺ എടുത്തോ ഏതെങ്കിലും. ഇതത്ര പോരാ, ഇത് കൊള്ളാം അച്ചൂസേ. പിന്നെ ഇത് സൂപ്പർ. ഇത് 3 മതിയോ? ഒരെണ്ണം 2 കൂടെ വേണം. 1 2 ഇത്രയും മതിയോ? ഓക്കെ, താങ്ക് യു. എന്നാ പാറ്റേൺ പേപ്പർ റെഡി. ഇനി എന്താ വേണ്ടത്? ഇത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇത് നോക്ക് ശിവ, ഹാപ്പി 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 ഡേയ്സ്. ഹാപ്പി ഡേയ്സ്. ഇത് നല്ല സ്റ്റിക്കർ. ഇത് അടിപൊളി സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ ഒരെണ്ണം കൂടെ എടുത്താലോ? ഇതും കൂടെ എടുക്കാം. 3 എണ്ണം എടുക്കാം. എനിക്ക് 4 എണ്ണം ഇഷ്ടപ്പെട്ടു. നീ ഒരു കാര്യം ചെയ്യ്, ആ 4 സ്റ്റിക്കർ തന്നെ എടുത്തേക്ക്. അച്ഛസേ, നീ ഇത് എന്തൊക്കെയാ എടുക്കുന്നത്? ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കച്ചു. വെറുതെ എന്തിനാ എല്ലാം കൂടെ വാങ്ങി കാശ് കളയുന്നത്? നിനക്ക് ആ സ്റ്റിക്കറൊക്കെ എന്തിനാ അച്ഛസേ? അത് 4 എണ്ണം. മമ്മ പ്ലീസ്, മമ്മ പ്ലീസ് 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 മമ്മ, ഒരെണ്ണെങ്കിലും എടുത്തോട്ട് മമ്മ. എന്റെ പ്രോജക്റ്റിന്റെ ലാസ്റ്റ് എനിക്ക് സൈഡിൽ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാ മമ്മ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ പ്രോജക്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഒരെണ്ണം എടുത്താൽ മതി, എല്ലാം കൂടെ വാരി എടുക്കണ്ട. വാവ്, ദേ അച്ചൂസേ സ്ലൈം. ഹായ്, ഗ്രീൻ കളർ സ്ലൈം. ഹായ് ഹായ് ഹായ്. കുഞ്ഞമ്മ ഒരു സ്ലൈം എടുത്തോട്ടെ കുഞ്ഞമ്മേ ഞാൻ. പ്ലീസ് കുഞ്ഞമ്മേ, സ്ലൈം എന്റെ ഫേവറേറ്റ് കുഞ്ഞമ്മേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതിപ്പോ നിങ്ങളെല്ലാം വാങ്ങാൻ വന്നതല്ലല്ലോ മേടിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്ക് ശിവ. എന്നാ ഒരെണ്ണം എടുത്തോ. സത്യമായിട്ടും ഒരെണ്ണം മാത്രം എടുത്താൽ മതി, ആവശ്യമില്ലാതെ ഒരുപാടൊന്നും വാരി എടുക്കരുത്. നല്ല കുഞ്ഞമ്മ. ഹായ്, ഇതുണ്ടോ അച്ചൂസേ സ്റ്റിക്കേഴ്സ്? നമുക്ക് മിസ് നല്ല വെരി ഗുഡ് ഒക്കെ തരുമ്പോ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഇല്ലേ, ആ സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ. ഇതേ കണ്ടോ, അടിപൊളി സ്റ്റിക്കർ. ഫെവി സ്റ്റിക്കർ വേണോ നിനക്ക് ബുക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട്? വേണ്ട ശിവ, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഫെവി സ്റ്റിക്കർ. എനിക്കിനി ചാർട്ട് പേപ്പർ വേണമായിരുന്നു. ചാർട്ട് പേപ്പർ കുറെ കളർ ഉണ്ട്. ഗ്രീൻ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, പിന്നെ പർപ്പിൾ ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത് ഏത് കളർ ചാർട്ട് പേപ്പറാണ് നിനക്ക് വേണ്ടത്? എനിക്കൊരു ബ്ലൂ കളറിലെ ചാർട്ട് പേപ്പർ മതി. ഓക്കെ, ചാർട്ട് പേപ്പർ എടുത്തു. ഈ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നോക്കി ശിവ. ശരിക്കും സാധനങ്ങള്. വാവ്, ബുക്സ്. എന്റെ ബുക്ക് തീർന്നിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ നിന്ന് മേടിച്ചാലോ? കുറെ ബുക്ക് ഉണ്ട്. ക്ലാസ്മേറ്റ്, എന്റെ ഫേവറേറ്റ് ബുക്കാ ക്ലാസ്മേറ്റ്. അടിപൊളി ബുക്സ് ആണല്ലേ? അതെ അച്ചൂസേ, നല്ല സീറ്റൊക്കെ ഉള്ള നല്ല ബുക്ക്. ഇതേ നോക്കിക്കേ, ഈ ബുക്ക് കൊള്ളാം ക്ലാസ്മേറ്റ്. ഇതിന്റെ അടിയിൽ വേറൊരു ബുക്ക് ഉണ്ടല്ലേ, ഈ ബുക്ക് നല്ല രസമുണ്ടല്ലേ? ഈ ബുക്കും കൊള്ളാം, നല്ല പേജസ് ഒക്കെ ഉണ്ട്. പിന്നെ ഏത് ബുക്കാ ഉള്ളത്? ഈ ബുക്ക് കൊള്ളാല്ലേ? യുണീക്ക് ബുക്ക് നോക്കട്ടെ. സീറ്റ്, ഇത് ഒരുപാട് സീറ്റ് ഉണ്ട് ശിവ. അതിന്റെ അടിയിലുള്ളത് നല്ല സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതിൽ ഒരുപാട് സീറ്റ് ഉണ്ട്. നല്ല തിക്നെസ് ഉള്ള ബുക്ക്. എനിക്കൊരു തിക്നെസ് ഉള്ള ബുക്കും വേണം, പിന്നെ ഒരു യുണീക്കിന്റെ ബുക്കും എടുക്കാം. 2 ബുക്ക് എടുത്ത്. ഓക്കെ, നമ്മളെ ബുക്കും എടുത്തു. ഇനി എന്താ വേണ്ടത്? അല്ല, ഇതെന്താ സാധനം? അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അത് നമുക്ക് വേണ്ടാത്ത ഐറ്റം അല്ലേ? ബ്രഷ് ആവശ്യമുണ്ടോ നിനക്ക്? വേണ്ട ശിവ, അതൊന്നും വേണ്ട. ഓക്കെ, ഫെദർ. വാവ്, എന്ത് ബ്യൂട്ടിഫുൾ ഫെദർ കാണാൻ. ഗ്രീൻ ഫെദറിലെ സൂപ്പർ. ശരിയാ, നല്ല ഭംഗിയുണ്ട്. എന്റെ ഡ്രസ്സിന്റെ സെയിം കളറാ ഫെദർ. അച്ചൂസേ, പേഴ്സ് വേണോ? വൈറ്റ് പേഴ്സ്? വേണ്ട. സ്റ്റാറിന്റെ ഗ്ലിറ്റർ, പിന്നെ സിൽവർ ഗ്ലിറ്റർ ഉണ്ട്, പിന്നെ വയലറ്റ് ഗ്ലിറ്റർ ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ കളറിലെ ഗ്ലിറ്റർ ഉണ്ട്. വേണോ? വേണ്ട, അതൊന്നും വേണ്ട. ഹായ്,
ദേ ക്ലേ, 3 ക്ലേ ഉള്ളെന്ന് തോന്നുന്നു. നമുക്കൊരു ക്ലേയും കൂടെ എടുത്താലാ? കുഞ്ഞമ്മയുടെ നല്ല തല്ല് കിട്ടും ക്ലേ എടുത്താ. ഓ ഗോഡ്, ദേ സ്കെച്ച് പെൻ മേടിക്കാനാ ഞാൻ സത്യത്തിൽ വന്നത്. എനിക്കൊരു സ്കെച്ച് പെൻ കൂടി വേണം, അതും കൂടി ഇരിക്കട്ടെ. ഒരു ക്ലേ കൂടി എടുക്കാൻ, ക്ലേ എൻ്റെ ഫേവറേറ്റാ, മമ്മ അറിയണ്ട. ബില്ലിടാൻ നേരം ആ കുഞ്ഞമ്മ കാണും, നിനക്ക് തല്ല് കിട്ടും. പാറ അച്ചൂസേ നീ ഇതെടുത്തെന്ന്. മമ്മ അടുത്ത് പറഞ്ഞ മമ്മ മേടിച്ച് തരത്തില്ല, ബില്ലിടുമ്പോ അങ്ങ് മേടിച്ചോളൂ. അറിയത്തില്ല, ഇത് കുഞ്ഞമ്മ ബാക്കിയുള്ളതും കൂടെ മാറ്റാനാ നീ ഇങ്ങനെ പറയുന്നത്. നല്ല കുട്ടികൾ ഒരിക്കലും കള്ളത്തരം കാണിക്കില്ല. നീ മമ്മയെ വിളിച്ച് പറ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടൂല. ചീത്ത കുട്ടികളാ കള്ളത്തരം കാണിക്കുന്നത്. മമ്മയടുത്ത് പറയണോ? പറ. എന്തായി, കഴിഞ്ഞോ? ബില്ലിടാ. മമ്മ, ഞാനൊരു ക്ലേ കൂടി എടുത്തിട്ടുണ്ട്. ആ ശരി ശരി, മതി, എല്ലാം എടുത്തു കഴിഞ്ഞില്ലേ? മമ്മ സമ്മതിച്ചു. കണ്ട, ഇപ്പൊ നീ നുണ പറഞ്ഞിരുന്നെങ്കി ഇപ്പൊ എന്താ പറ്റിയേനെ? മമ്മ ഇപ്പൊ സമ്മതിച്ചത് കണ്ട. നീ പറഞ്ഞ ശരിയാ, പാവം മമ്മ. അപ്പൊ നമ്മൾ പ്രോഡക്ട്സ് എല്ലാം എടുത്തു. ഇനി എന്തെങ്കിലും വേണോന്ന് അറിയത്തില്ല, ചിലപ്പോ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. വാവ്, ഈ റോസ് കാണാൻ നല്ല രസമുണ്ട് ശിവ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള റോസ്. വാട്ടർ പെയിന്റ് ഒന്നും ആവശ്യമില്ല. വാട്ടർ പെയിന്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ കളേഴ്സും ആവശ്യമില്ല, ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം മേടിച്ചത് മതിയില്ലേ? ഇനി നമുക്ക് ബില്ലിടാം. ഡയറി മിൽക്ക്. അതിന് ഡയറി മിൽക്കും കൂടെ മേടിക്ക്, എന്നിട്ട് വേണം കിട്ടാനിപ്പോ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു. വാവ്, ഇത് നോക്കി, നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കർ അല്ലേ? നല്ല രസമുണ്ട്. നമ്മുടെ ബുക്സിൽ ഇങ്ങനെ ഒട്ടിക്കല്ലേ, ക്യൂട്ടായിരിക്കും. ഇതൊക്കെയാണ് വെക്കാം, മമ്മയുടെ നല്ല വഴക്ക് കിട്ടും. വാവ്, ഇതാണ് ശിവ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സിന്റെ സ്റ്റിക്കർ. നല്ല രസമുണ്ട്. ഇതും വെക്കാം, നമുക്ക് ആവശ്യമില്ലാതെയൊന്നും എടുക്കണ്ട. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാലോ. അത് ശരിയാ. ചാർട്ട് പേപ്പർ ഒക്കെ നിനക്ക് മതിയോ? മതി, അത് മതി തന്നെ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ തന്നെ അങ്ങ് ബില്ലിടാം. എന്നാ ഇതിൻ്റെയൊക്കെ ബില്ലിട്ടോ കേട്ടോ. 1200 മാം. 700. എന്നാ ബാക്കി കാശ് എന്നാ മാം? ദേ ബില്ലൊക്കെ ഇട്ട് അവരെല്ലാം പാക്ക് ചെയ്തു. ബാ 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 ബാ, കഴിഞ്ഞു. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കെച്ച് പെൻ കൊണ്ട് ഇപ്പൊ യൂണിക്കോൺ ബുക്ക് ഉണ്ട്. ക്യാരറ്റ് ഷേപ്പ് അല്ലേ? സൂപ്പർ. മെർമെയ്ഡ് ബുക്ക് ഓപ്പൺ ചെയ്യാൻ വായ വരച്ചോളൂ. ഞാൻ വരച്ചോണ്ടിരുന്ന ബുക്ക് ഒന്ന് മാറി. ഓപ്പൺ. വേർ ഈസ് അവർ ക്ലാസ് റൂം? നമ്മുടെ ക്ലാസ് റൂം എവിടെ പോയി? ഹേ ഫ്രണ്ട്സ്, കം ഓൺ, നമുക്ക് നമ്മുടെ ക്ലാസ് റൂം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചെയർ ഇട്ട് കൊടുക്കാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്വീറ്റീസ്. ഗുഡ് മോർണിംഗ് മിസ്. ഇന്ന് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ട് എല്ലാരും വാ, നമുക്ക് ആർട്ട് ക്ലാസ്സിലോട്ട് പോവാം. കമോൺ കമോൺ കമോൺ. എല്ലാരും വാ, എല്ലാരും വാ. നമ്മുടെ ആർട്ട് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രീ ഇപ്പൊ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ആർട്ട് ക്ലാസ്സിൽ ചെയർ വേണം. ഇനി നമ്മുടെ ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് ഇതുപോലെ കുറച്ച് ഐറ്റംസ് വേണം. ഇനി നമുക്ക് ഇതുപോലെ പെയിന്റ്സ് വേണം. കിഡ്സ്, ഇന്ന് നമുക്ക് ആർട്ട് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിതേ മിസ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെച്ച് പെൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബുക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ യൂണിക്കോൺ ബുക്ക് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള മെർമെയ്ഡിൻ്റെ ബുക്ക് ഉണ്ട്, പിന്നെ വേറൊരു മെർമെയ്ഡ്, വേറൊരു കളറുള്ള മെർമെയ്ഡിലെ ബുക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അതുപോലെ സ്കെച്ച് പെന്നൊന്നും നശിപ്പിക്കരുത്, ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാം. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ. മിസ്, ഇത് ക്യാരറ്റ് ഷേപ്പ് അല്ലേ മിസ്? യെസ് ഗൗരി, ഇത് ക്യാരറ്റ് ഷേപ്പിലുള്ള സ്കെച്ച് പെന്നാണ്. ദേ മിസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത്
ഏത് കളറായത്? വയലറ്റ്. യെസ്. ഇനിയുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കെച്ച് പെൻ. ഇതേത് കളറായത്? ഗ്രീൻ. യെസ്. ഗ്രീൻ കളറ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇതേത് കളറാണെന്ന് അറിയാമോ? പിങ്ക്. യെസ്, പിങ്ക് കളർ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഇതേത് കളറാണെന്ന് അറിയാമോ? യെല്ലോ. യെസ്, ഇതാണ് യെല്ലോ കളർ. നല്ല ക്യൂട്ട് ഫേസ് അല്ലേ? യെസ് യെസ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അതിന്റെ ഫേസ് കാണാൻ. ഇനി എന്ത് കളേഴ്സ്? ഇതേത് കളറാണെന്ന് അറിയാമോ? ലൈറ്റ് ഓറഞ്ച്. യെസ്, ഇത് ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഓറഞ്ച് കളറാണ്. അതിന്റെ ഫേസ് കണ്ടു? ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട്. യെസ്. ഇനി നെക്സ്റ്റ് ലൈറ്റ് ബ്ലൂ. എല്ലാം ലൈറ്റ് ഷെയ്ഡ് ആണുള്ളത്. വൗ, അതിന്റെ ഫേസ് നോക്കി. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് മിസ്സേ കാണാൻ. അതെ അതെ അതെ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ക്യൂട്ട് ഐറ്റംസ് വെച്ച് വേഗം ഡ്രോയിങ് ചെയ്ത് മിസ്സിനെ കാണിക്കും. ആരെ ഏറ്റവും നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നതെന്ന് മിസ് ഒന്ന് നോക്കട്ടെ. 3 പേര് ഡ്രോയിങ് ചെയ്യാൻ കയറിയില്ല. ആരൊക്കെ? ശിവ, ഗൗരി, അച്ചു. ആദ്യം നമുക്ക് നമ്മുടെ മെർമെയ്ഡ് ബുക്ക് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് പേജിൽ നമുക്കൊരു ഡ്രോയിങ് ചെയ്യാം. എന്ത് ഡ്രോയിങ് ഒന്ന് ചെയ്യാം? ഞാനൊരു ഫ്ലവർ വരയ്ക്കാൻ പോവുക. അത് നമുക്കൊരു റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. കുറച്ച് പെറ്റൽസ് വരച്ചു. പെറ്റൽസ് എങ്ങനെയാ വരയ്ക്കുക? ലൈക്ക് ദിസ്. ഓക്കെ, 2, 3, 4 and 5. ഓക്കെ, പെറ്റൽസ് വരച്ചു. ഇനി നമുക്ക് സ്റ്റെം വരച്ചു കൊടുക്കാം. സ്റ്റെം വരയ്ക്കുന്നത് ലൈക്ക് ദിസ്, ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കുന്ന ലൈക്ക് ദിസ്. ഓക്കെ, ലീഫ് വരച്ചു. ഇനി ഇതിലേക്ക് പെയിന്റ് ചെയ്യണം. ഇതിൽ ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. പിങ്ക്. പിങ്ക് ആൻഡ് പിന്നെ നമുക്ക് ഏത് കളറാണ് വേണ്ടത്? ഗ്രീൻ. പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. പിങ്ക് കളർ എടുത്തു. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ. ഉള്ളിൽ അടിച്ചു കൊടുക്കാം. വാവ്, സൂപ്പർ. ഓക്കെ, ഫൈൻ. നമ്മൾ പിങ്ക് ഷെയ്ഡ് ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ എടുക്കാം. ഓപ്പൺ ആൻഡ് ലീഫ് നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. സൂപ്പർ. ഗ്രീൻ അടിച്ചിട്ടുണ്ട്. ഇനി ഈ വയലറ്റ് കളർ എടുക്കാം. നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു വയലറ്റ് കളർ കൂടി അടിച്ചു കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. വാവ്, സൂപ്പർ. ഫൈനലി മൈ ഡ്രോയിങ് ഈസ് ഡൺ. ഗൗരി എന്താ വരച്ചതെന്ന് നോക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഈ മെർമെയ്ഡ് ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ. ഇനി നമുക്ക് എന്താ വരയ്ക്കുന്നത്? ഐഡിയ. നമുക്ക് സൺ വരയ്ക്കാം. ഫസ്റ്റ് നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കണം. നമുക്ക് വലിയ ഒരു റൗണ്ട് വേണം സണ്ണിന് വരച്ചു കൊടുക്കാൻ. ഫൈൻ. കുറച്ച് ലീഫ് പോലെ വരച്ചു കൊടുക്കാൻ നല്ല രസമായിരിക്കും. സണ്ണിന് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് വെളിച്ചം തരുന്നത് ആരാ? സൺ. അപ്പൊ സണ്ണിന്റെ ഇതെല്ലാം വരച്ചു കൊടുക്കാം. അങ്ങനെ ഒരു വായ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ഐസ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഫോർ എ ഫൺ. ഓക്കെ, നമ്മൾ ഐസ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കളർ അടിക്കാം. ഓ, എന്റെ ബുക്ക് ബുക്ക് ബുക്ക്. ഹായ് ഗൗരി. ഗൗരി, നീ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞോ? നീ എന്താ മാറി എന്റെ ബുക്കിലൊന്ന് കയറി ഇരിക്കുന്നത്? ഞാൻ വരച്ചോണ്ടിരുന്ന ബുക്ക് ഒന്ന് മാറി എന്റെ ബുക്ക്. ഗൗരി, എന്താ അവിടെ? ഉണ്ണിക്കുട്ടന്റെ ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഡ്രോയിങ് ചെയ്തോണ്ടിരുന്ന ബുക്ക്. ഉണ്ണിക്കുട്ടാ, ഞാൻ കണ്ടില്ല മിസ്. സോറി മിസ്. എന്റെ ബുക്ക് യെല്ലോ കളർ. നമുക്ക് ഈ ക്യൂട്ട് ഫേസ് ഉള്ള യെല്ലോ കളറിന്റെ സ്കെച്ച് എടുക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് സ്കെച്ച് അടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ സൺ മാമനിക്ക്
യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. ഓറഞ്ച് കളർ കാണുന്നില്ലല്ലോ. അതാ കിടക്കുന്നു. എനിക്ക് സാധനം ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി കൂട്ടുകാരെ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാമോ? വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഓപ്പൺ മൈ യൂണിക്കോൺ ബുക്ക്. യെസ്, ഫസ്റ്റ് നമുക്കൊരു ചെടിച്ചട്ടി വരയ്ക്കാം. അതിൻ്റെ ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ദെൻ നമ്മൾ ഇതുപോലൊരു ലൈൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇതുപോലൊരു റാ പോലെ വരയ്ക്കണം. വേറെ ഒരു റാ പോലെ ഇങ്ങനെ ചരിക്കണം. ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഷേപ്പിലോട്ട് വരയ്ക്കണം. ഇതിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ വരയ്ക്കണം. ഫ്ലവർ പോലെ ഇങ്ങനെ ഇതിങ്ങനെ 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 ഈ ഫ്ലവർ വരച്ചു കൊടുക്കാം. ഓറഞ്ച് കളർ വേണം. ഓറഞ്ച് കളർ ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങനെ 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 ഒന്നാക്കി കൊടുക്കാം. ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ കളർ എടുക്കാം. ഓപ്പൺ. ഫുള്ളായിട്ട് ഗ്രീൻ കളർ അടിക്കുക പോലെ. ഇനി ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഓറഞ്ച് കളർ എടുക്കാം. ഇനി നമുക്ക് ടോപ്പിലായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. യെസ്, ഫൈൻ, റെഡി. ഇത് ഞാൻ വരച്ചൊരു കള്ളിമുൾ ചെടി പ്ലാന്റ് ആണ്. എങ്ങനെയുണ്ട് ഗായ്സ്? മിസ് എല്ലാരും ചെയ്തു തീർന്നു. വാവ്, നന്നായിട്ടുണ്ടല്ലോ. നന്നായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരച്ചിട്ടുണ്ടല്ലോ. ഗൗരിയുടെ സണ്ണൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇവയുടെ പ്ലാന്റും സൂപ്പർ, അടിപൊളി കേട്ടോ. ഇനി അടുത്ത ആരൊക്കെയാ ഡ്രോയിങ് ചെയ്യാൻ പോണത്? എല്ലാരും മിണ്ടാതിരിക്കണം. മിസ് എന്നോട് പറഞ്ഞ ആരാണ് സംസാരിക്കുന്നത് അവരുടെ പേര് എഴുതി വെക്കാൻ പറഞ്ഞു. മിസ് ഓഫീസ് റൂമിൽ ഇരിക്കുക. നമ്മളെ ടെസ്റ്റ് പേപ്പർ ഇട്ട പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. മാർക്ക് ലിസ്റ്റ് ഇപ്പൊ കൊണ്ടുവരും. എല്ലാരും ടെസ്റ്റ് പേപ്പർ ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മിസ് വരുമ്പോ എന്തായാലും നല്ലപോലെ ഫുള്ള് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തല്ല് കിട്ടും. മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. ആകെ മൊത്തം നമുക്ക് എത്ര 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നീ എല്ലാ ക്വസ്റ്റ്യനും എഴുതിയോ? നീ ഒന്ന് മിണ്ടാതിരിക്കും. പേര് എഴുതി വെക്കൂ അവൻ. എന്റെ ഉണ്ണിക്കുട്ടാ, നീ ഇങ്ങനെ പേടിക്കല്ലേ. നീ പറ, അവൻ പേരൊന്നും എഴുതി വെക്കത്തില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പ പേര് എഴുതൂല. നീ പറ. സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ നീല് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ പേര് എഴുതി വെക്കുവേ. ഉണ്ണിക്കുട്ടാ, നീയും നീലുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ പേര് എഴുതി വെക്കാൻ പോവുക. സത്യമായിട്ട് ഞാനല്ല ശിവ സംസാരിച്ചത്. ഈ നീല എന്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ശരി, ഇനി ആരാണോ സംസാരിക്കുന്നത് അവരുടെ പേര് ഞാൻ എന്തായാലും എഴുതി വെക്കും. എല്ലാരും ഉണ്ടായിരിക്കണം. മിസ് വരുന്നു വരുന്നു വരുന്നേ. ആഹാ, ക്ലാസ് നല്ല സൈലന്റ് ആണല്ലോ ശിവ. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാരും ഇതുപോലെ മിണ്ടാതിരിക്കണം കേട്ടോ. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ തവണ എക്സാം ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ നന്നായിട്ട് എല്ലാവരും മാർക്ക് മേടിക്കണം എന്ന്. എന്തായാലും നിങ്ങളുടെ പേപ്പേഴ്സ് തരുന്നതിന് മുന്നേ ഞാൻ എന്താ വരുന്നു. ഓഫീസ് റൂമിലൊന്ന് പോയിട്ട് വരും. എല്ലാരും മിണ്ടാതെ തന്നെ ഇരിക്കണം. ശിവ നോക്കിക്കോ, ക്ലാസ് ഒന്ന് നോക്കിക്കോ. ഇതാ വരുന്നു. അതെ, ഈ പേപ്പർ ആരും എടുത്ത് ചെക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ വന്നിട്ട് ഓരോരുത്തർക്ക് തരാട്ടോ. ഓക്കെ മിസ്. നല്ല മാർക്ക് ഉണ്ടോ എന്തോ. കഴിഞ്ഞ തവണ നമ്മൾക്ക് എക്സാം ഇട്ടപ്പോഴേ മാം പറഞ്ഞായിരുന്നു എല്ലാരും നല്ല മാർക്ക് മേടിക്കണം എന്ന്. ഇതാരെ പേപ്പർ? ഇതാരെ 50-ൽ 10 മേടിച്ചത്? ആരായാലും ഇന്ന് തല്ലുറപ്പാ. എനിക്ക് എന്തോ ഒരു പേടിയാവുന്നു. എനിക്ക് നല്ല മാർക്ക് കിട്ടി കാണുമോ എന്തോ. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ലീഡർ സ്ഥാനം പോവും. ഷോ, അതുമല്ല മിസ് എന്നെ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യും. ശിവ അവിടെ എന്തായാലും പേര് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് നോക്കിക്കളയാം. ഇതാര പേപ്പർ ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്? ഇത് എന്റെ പേപ്പർ അല്ലേ? 50-ൽ 10. അയ്യോ, എനിക്കിന്ന് തല്ലുറപ്പായി. ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ, എന്റെ പേപ്പറും കൂടെ ഒന്ന് നോക്കി എത്ര മാർക്ക് നോക്കുവോ? നിക്ക് നോക്കട്ടെ. ഇതിലിപ്പം നീലുവിന്റെ പേപ്പർ ഏതാന്ന് വെച്ചിട്ടാ കണ്ടുപിടിക്കുന്നത്. ഇതാർക്കടാ? 50-ൽ 25, 50-ൽ 13. എടാ ഉണ്ണിക്കുട്ടാ, നീ ഇതെപ്പോ വന്ന് നിന്ന്? എടാ മിസ് ഇപ്പൊ വരും. മിസ് വന്നാ എനിക്ക് വഴക്കേട്ട് നിനക്ക് കിട്ടും. വേഗം പോ 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 പോ. മതി നോക്കിയത്, വേഗം പോ. എടാ നീലുവിന്റെ മാർക്ക്. ഓ, അതൊക്കെ പിന്നെ മിസ് വരുമ്പോ അറിഞ്ഞോളൂ എത്ര മാർക്ക്. നീ വേഗം പോ. മിസ് വരുന്നു വരുന്നു വരുന്നു, വേഗം പോ. അയ്യോ
എല്ലാവരും സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ശിവ ചെല്ലി പോയിരുന്നോ, ഞാൻ പെഗപ്പോസ് എല്ലാവർക്കും കൂടെ തരാം. ഇപ്പൊ ലാസ്റ്റ് എടുത്ത പാടത്തിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. ആകെ ഞാനൊരു 10 ക്വസ്റ്റ്യനേ അതിൽ നിന്ന് ഇട്ടിട്ടുള്ളൂ, സെയിം പാടത്തിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് എഴുതി കാണും, എല്ലാത്തിനും നല്ല ഫുൾ മാർക്ക് കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കട്ടെ എത്ര പേരെ തെറ്റിച്ചെന്ന് നോക്കട്ടെ. ഇന്ന് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. നോക്കട്ടെ ആരെ പേപ്പറാ ഫസ്റ്റ് ഇരിക്കുന്നത്? ഉണ്ണിക്കുട്ടൻ ഇങ്ങ് വാ. 50-ൽ 10. ആകെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഇട്ടോളൂ, ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നീ ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. വാ 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 വാ. മിസ് സോറി മിസ്, ഞാൻ നല്ലോണം പഠിച്ചില്ല മിസ്, അതുകൊണ്ടാ മിസ്. ആകെ 10 ക്വസ്റ്റ്യൻ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ ചെറിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, അതുപോലും പഠിച്ചില്ലെന്ന് വെച്ചാ സോറി മിസ്, അതൊന്നും പഠിച്ചിട്ട് എന്റെ തലയിൽ കേറിയില്ല മിസ്. സോറി മിസ്. സോറി ഒന്നും വേണ്ട, കൈ നീട്ടി വെക്കി. പഠിക്കാൻ പറഞ്ഞാൽ അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചിട്ട് വരണം. നിങ്ങളുടെ അടുത്ത് തലേ ദിവസം തന്നെ ഞാൻ പറയുന്നതല്ലേ എല്ലാം പഠിച്ചിട്ട് വരണം, എക്സാം ആണെന്ന്. പഠിക്കാതെ കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം കറക്റ്റ് എഴുതാൻ പറ്റാതെ പോയത്. ഇനി ഈ ഒരു അടി കിട്ടുമ്പോൾ നാളെ മുതൽ കറക്റ്റ് പഠിക്കേണ്ട ദിവസം പഠിച്ചിട്ട് വരും. അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുകയും ഹോംവർക്കൊക്കെ ചെയ്യുകയും ചെയ്യണം. അപ്പോഴിതുപോലെ തല്ലിയിട്ടില്ല, കൈ നീട്ടി വെക്കി. ഇനി മുതൽ ഞാൻ പഠിച്ചിട്ട് വരാം മിസ്. ഈ ഒരു അടി കിട്ടുമ്പം പഠിച്ചോളും. ഇനി ഞാൻ എന്നും അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചോളാം. ഹോംവർക്ക് ഞാൻ ഡെയിലി ചെയ്യും. കൈ നീട്ട്, ഒരടിയും കൂടെ തരണം. ഇന്ന പേപ്പർ നാളെ സൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറാവും. പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി സൈനും ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി നാളെ. പോ. അടുത്ത ആരാ? ഗൗരി. ഗൗരി ഇവിടെ വാ. എനിക്ക് നല്ല മാർക്ക് കുറവാണ്. എത്ര മാർക്കുണ്ട്? 50-25 ജയിച്ചു. 50-25 ഉണ്ട്. ഗൗരി ഞാൻ പറഞ്ഞതല്ലേ ഫുൾ മാർക്ക് മേടിക്കണമെന്ന്, എന്ത് പറ്റി? ജയിക്കാനുള്ള മാർക്ക് ഉണ്ടല്ലോ മിസ്. ആഹാ, ജയിക്കാനുള്ള മാർക്ക് മാത്രം പോരല്ലോ, പഠിപ്പിക്കുന്നതെല്ലാം പഠിച്ചിട്ട് വന്ന് എഴുതിയിരുന്നെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയേനെ. എന്താ നിങ്ങളിങ്ങനെ പഠിക്കാതെ വരുന്നത്? ഗൗരി, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗൗരിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്രാവശ്യം എന്ത് പറ്റി? വീണ്ടും പഴയ പോലെ ആവുക ഗൗരി. കൈ നീട്ട്. ഇതെന്തിനാണെന്നറിയോ ഈ അടി? ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും കറക്റ്റ് പഠിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. നാളെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് സൈൻ മേടിച്ചോണ്ടേ വരാവൂ, കേട്ടല്ലോ. അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് മേടിച്ചു പോകണം. ആകെ ഒരു പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ ഞാൻ ഇട്ടുള്ളൂ, അതുപോലെ നിങ്ങൾക്ക് മൊത്തം എഴുതാൻ വയ്യെന്ന് വെച്ചാൽ അതും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. പോയിരിക്കും. അടുത്ത ആരാ? 50-ൽ 13. റോസ്, വാ ഇവിടെ. ഞാൻ പഠിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയോണ്ടാ. ഓഹോ, പഠിച്ചായിരുന്നോ? കൈ നീട്ട്. സോറി മിസ്, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് എഴുതിക്കോളാം. അടുത്ത പ്രാവശ്യം എഴുതണമെങ്കിലേ ഒരടി കിട്ടുമ്പോൾ എഴുതിക്കോളൂ തനിയെ. അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചോണം, അതല്ലേ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയത്. പോയിരി, ഗോ ടു യുവർ സീറ്റ്. അടുത്ത ആരാ? 50-ൽ 42. തരക്കേടില്ല. അശ്വതി. അശ്വതിക്ക് നല്ല മാർക്കുണ്ട്, 50-ൽ 42. കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണം കേട്ടോ. ഗോ ടു യുവർ സീറ്റ്. അടുത്തത് ശിവ. എനിക്ക് എത്ര മാർക്കുണ്ട് എന്തോ എൻ്റെ ലീഡർ മിസ്? ശിവയ്ക്ക് 50-ൽ 50 മാർക്കുണ്ട്. വെരി ഗുഡ്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്ത്. താങ്ക് യു മിസ്. എല്ലാവർക്കും ഇതുപോലെ 50-ൽ 50 മാർക്ക് കിട്ടുമെന്നാണ് ടീച്ചർ പ്രതീക്ഷിച്ചത്. എന്തായാലും ശിവ മാത്രമേ ഉള്ളൂ 50-ൽ 50 മേടിച്ചത്. ശിവയ്ക്ക് എന്തായാലും ടീച്ചറിൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ശിവ ഓഫീസ് റൂമിൽ വരണം കേട്ടോ. ഓക്കെ മിസ്. ഹായ്, എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. അടുത്ത ആരാ? അടുത്തത് ബണ്ണിക്കുട്ടൻ. മിസ്, നല്ല മാർക്ക് മേടിച്ചുകൊണ്ടിരുന്ന ബണ്ണിക്കുട്ടനെ എന്ത് പറ്റിയിടാ? നിനക്ക് 50-ൽ 50 മേടിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ നീ? നിന്റെ മാർക്ക് എത്രയാണെന്നറിയോ? ഇല്ല മിസ്. 50-ൽ 28. കൈ നീട്ട്. മിസ്, ഞാനതെനിക്ക് പനിയായിരുന്നു. ഞാൻ പനിയായിട്ട് കിടന്നുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല.
ആ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അടി കിട്ടുമ്പോൾ ശരിയായിക്കോളും. ഒരടിയെ തൽക്കാലം ഞാൻ തരുന്നുള്ളൂ. ഇന്നാ പേപ്പർ. അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് മേടിച്ചോണം കേട്ടോ. ഓക്കെ മിസ്. അടുത്തത് നീലു. ഇവിടെ വാ. നീലുവിന് അത്ഭുതമാണല്ലോ, 50-ൽ 29. സാധാരണ 0 ആ കിട്ടിക്കൊണ്ടിരുന്നത്. പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓക്കെ മിസ്. ഇത് നീ നല്ല പോലെ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കണം. ഓക്കെ മിസ്, താങ്ക് യു. അടുത്തത് അച്ചൂസ്. എനിക്ക് പേടിയായിട്ട് വയ്യ. അച്ചുവിന് 50-ൽ 49 മാർക്ക് ഉണ്ട്. വെരി ഗുഡ്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിച്ച് ഇംപ്രൂവ് ചെയ്യണം കേട്ടോ. ഓക്കെ മിസ്. പഠിത്തത്തിൽ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ മിസ്, ഐ വിൽ ട്രൈ. മിസ് സ്കൂളിൽ അന്നന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് പഠിച്ചിട്ട് വരിക. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഡെയിലി ഹോംവർക്ക് ചെയ്യണം. അത് നിങ്ങൾ പാരൻസ് പറയുന്നവരെ കാത്തു നിൽക്കാൻ പാടില്ല. സ്കൂളിൽ നിന്ന് ചെന്ന ഉടനെ നന്നായിട്ട് കുളിച്ച് വൃത്തിയാവണം. അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഓക്കെ മിസ്. ചെന്ന് കുളിച്ച ഉടനെ പിന്നെ എന്താ ചെയ്യേണ്ടത്? വല്ലതും ആഹാരം കഴിക്കണം. സ്നാക്സ് ഒന്നും കഴിക്കാതെ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ മിസ്. എന്നിട്ട് സന്ധ്യ സമയം ആവുന്ന സമയത്ത് അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതെ നിങ്ങൾ തന്നെ ബാഗ് പോയി എടുത്ത് അതിൽ നിന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ട്യൂഷന് പോകണവർ അവിടെ പോയി ഹോംവർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മിസ്. അങ്ങനെ അന്നന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. 50 മാർക്കും കിട്ടും. പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് ഒന്നും കൂടെ ഒന്ന് പഠിച്ചാൽ എല്ലാം നിങ്ങളുടെ തലയിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത പ്രാവശ്യമെങ്കിലും എല്ലാവരും ഫുൾ മാർക്ക് കിട്ടും എന്ന് ടീച്ചർ പ്രതീക്ഷിക്കട്ടെ. ഓക്കെ മിസ്. അപ്പം ഇന്നു മുതൽ ആരൊക്കെയാണ് മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചെയ്യുന്നേ? ഞങ്ങളെല്ലാരും കേൾക്കും. മിസ് പറയുന്നത് ഞങ്ങളെല്ലാരും അനുസരിക്കും. വെരി ഗുഡ്. കൃഷിക്കാരൻ, നീ സാധനമൊക്കെ വാങ്ങാൻ വരുന്ന ആള്. 50 പൈസ. ഞാൻ കൃഷിക്കാരി, നീ സാധനം വാങ്ങാൻ വരുന്ന ആള്. ഞാന് നമ്മുടെ കൃഷി ഞാൻ വളർത്താൻ പോവുക. വളർന്നു കഴിയുമ്പോ നീ സാധനം മേടിക്കാൻ വരണം. ഓക്കെ? എന്തുവാ ഗൗരി, എപ്പോഴും നീ അല്ലേ കൃഷിക്കാരനും കടക്കാരനും എല്ലാം ആവുന്നത്? ഏത് കളി കളിച്ചാലും അങ്ങനെ തന്നെയല്ലോ. ഞാൻ കളിക്കുന്നില്ല, ഞാൻ പോവുക. പോ. വേണ്ട, ഞാൻ എന്തായാലും നിന്റെ കൂടെ കളിക്കുന്നില്ല. നീ ഒറ്റയ്ക്ക് കളിച്ചോ, നിനക്ക് അതല്ലേ ഇഷ്ടം. എന്നാ ശരി, നീ എന്നാ വളർത്തുന്ന ആളായിക്കോ. സത്യം സത്യം വാ. എന്നാ നമുക്ക് രണ്ടുപേർക്കും ചെടി വളർത്തുന്ന ആളാവാ. ചെടി വളർത്താൻ ആദ്യം നമുക്ക് വേണ്ട എന്താണെന്നറിയാവോ? ഒരു ചട്ടി. നമുക്കിത് ചട്ടിയാക്കാം. കം 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 കം. ഇനി നമുക്ക് ചട്ടിക്കകത്തൊരു ചെടി വേണം. ചെടി എടുത്ത് നമുക്ക് ചട്ടിയിൽ വെക്കാം. ഇതെവിടെ വെക്കാം? ഇവിടെ വെക്കാം. ജിം, ചട്ടിക്കകത്ത് ചെടി വെച്ചു. ഇനി നമുക്ക് ചെടി വളരണമെങ്കിൽ നമുക്ക് എന്താ കൂട്ടുകാരെ വേണ്ടത്? പാറസിന് ബുദ്ധിയില്ലാന്ന് ആരാ പറഞ്ഞു? പാറസ് പറഞ്ഞുണ്ട് ശിവ, വെള്ളം വേണമെന്ന്. വാട്ടർ 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 വാട്ടർ. നമുക്ക് വാട്ടർ വേണം. അതിന് നമുക്ക് ഈ സാധനം വേണം, കെറ്റിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വെള്ളം വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശിവ. ഓക്കെ. വെള്ളം ഒഴിച്ചു. അയ്യോ,
ചെടി കൊറേ വളർന്ന്. ആ നേരം വെളുത്ത് കൊക്കരക്ക. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ശിവ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൗരി. വാ നമുക്ക് പോയി നമ്മുടെ ചെടി എന്തായെന്ന് നോക്കാം. ഗൗരി, വാവ്, നമ്മുടെ ചെടി ഇത്രയും വളർന്നു ഗൗരി. ഇതിപ്പോ കുറച്ചായിട്ടല്ല, ഇനിയും വളരും നമ്മുടെ ചെടി. നമ്മുടെ ചെടി ഇനിയും വളരണമെങ്കിൽ നമ്മുടെ ചെടിക്ക് മഴ ആവശ്യമാണ്, അതുപോലെ നല്ല വെയിലും ആവശ്യമാണ്. അപ്പൊ നമ്മുടെ മഴയെ കണ്ടുപിടിച്ചാലോ നമുക്ക്? അതെ, നമുക്ക് മഴയും വേണം, വെയിലും വേണം, വെള്ളവും വേണം. ആദ്യം നമുക്ക് മഴയും വെയിലിനെയും കണ്ടുപിടിക്കാം, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോയി കണ്ടുപിടിക്കാം. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ടൻ 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 ടൻ. ഓക്കെ ഗൗരി, ഓക്കെ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഷൂ 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 ഷൂ. ഇനി നമുക്ക് വെയിലും മഴയും കൊടുക്കണ്ടേ ശിവ? കം, ലെറ്റ്സ് ഗോ. ഇതിലേതാ നമ്മുടെ വെയിലും മഴയും? മഴയെ കിട്ടി, മഴയെ കിട്ടി. നിങ്ങളിത് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതാ നമ്മുടെ ആകാശത്തിന്റെ അതേപോലില്ലേ, അതുപോലെ മഴയുടെ ചിഹ്നമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മഴ. ഡിൻ 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 ഡിൻ. മഴ എങ്ങനെ പെയ്യിപ്പിക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് നമ്മുടെ കെറ്റിലെടുത്തോണ്ട് വരാം. കെറ്റിലെടുത്തിട്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കണ്ടേ? മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് മഴ പെയ്യിപ്പിക്കാം കൂട്ടുകാരെ. മഴ മഴ കുട കുട, മഴ വന്ന പൊപ്പി കുട. ഹായ് മഴ. ഓ മഴ 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 വന്ന പൊപ്പി കുട. മഴ 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 മഴ. അപ്പൊ മഴ തീർന്ന്. മഴ തീരുമ്പോ നമ്മുടെ ചെടി ഒന്നും കൂടെ വളരെ ശിവ. ആ റൈറ്റ്, യു ആർ വെരി വെരി റൈറ്റ്. നമുക്ക് ചെടിയെ വീണ്ടും വളർത്തണം ഗൈസ്. ഇതിനകത്തെല്ലാം വെള്ളം കയറും ഗൈസ്. നമുക്കപ്പോൾ ഒന്നും കൂടി ഒന്ന് ഫിറ്റ് ചെയ്താൽ മതിയേ. നമ്മുടെ ചെടി വീണ്ടും വളരും. അപ്പൊ നമുക്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. വാവ്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, കുറച്ചും കൂടെ വളർന്നില്ലേ നമ്മുടെ ചെടി? നല്ല രസമുണ്ട് ശിവ ഈ ഗെയിം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെടിക്ക് നല്ല വെയിൽ കൊടുത്താലോ ശിവ? ഓക്കെ, വെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സണ്ണിനെ കണ്ടുപിടിക്കാം. ഇത് സണ്ണിന്റെ പകുതി കിട്ടി, പകുതിയും കിട്ടി. ഇനി നമുക്ക് സണ്ണിനെ ഫിറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാ? ഇങ്ങനെയാണോ? ആ, ഇതിങ്ങനെ വെച്ചിട്ട് ഈ മഞ്ഞ കളറിലെ സാധനം കണ്ടോ, അതെടുത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇരിക്കുന്നില്ലല്ലോ ശിവ? ഇരിക്കും ഗൗരി. ആ, ഇരുന്ന്. ഇനി ഇത്. വെയിൽ കിട്ടി, വെയിൽ കിട്ടി. ഡിൻ 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 ഡിൻ. സൂര്യനെ കണ്ടോ, സൂര്യനെ കണ്ടോ? സൺ. നമ്മുടെ സണ്ണിനെ കണ്ടോ കൂട്ടുകാരെ നിങ്ങൾ? സൺ. ഇനി നമുക്ക് നമ്മുടെ ചെടിക്ക് സൺ കൊടുക്കാം. ആ, അപ്പൊ നമുക്ക് മഴയും സൂര്യ വെളിച്ചവും ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ചെടി വീണ്ടും വളരും. വീണ്ടും വളരാൻ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് ഇതിന്റെ മേളിൽ വീണ്ടും ഒന്നുകൂടി ഫിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെടി വളർന്നു. നമ്മുടെ ക്യാരറ്റ് ചെടി വളർന്നു കൂട്ടുകാരെ. സൂപ്പർ. നമ്മുടെ ചെടിക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് ഗൗരി? മഴയും വെയിലും വെള്ളവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇതുപോലെ സൂപ്പറായിട്ട് വളർന്ന് മുട്ടിനാവത്തുള്ളൂ. നമ്മളെ എല്ലാ ചെടികൾക്കും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇളം വെയിലുള്ള സ്ഥലത്ത് വേണം ചെടി വെക്കാൻ. എന്നാലും നമുക്ക് അടിപൊളി ക്യാരറ്റ് ചെടി റെഡി. ഉമ്മ, ഈ ക്യാരറ്റ് എന്ത് ക്യൂട്ടൊക്കെ ആണ്. നല്ല അടിപൊളി 3D ഐസ്, നോസ്, ഇതിന്റെ ഈ ഹെയർ